എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം. ഇന്ന് വിവാഹത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ടീച്ചറെ, ഇപ്പോൾ വിവാഹം നമ്മൾ ചിന്തിക്കുമ്പോൾ സ്ത്രീകളുടെ ജാതകത്തിനാണോ പുരുഷന്മാരുടെ ജാതകത്തിനാണോ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നത്? നമ്മൾ വിവാഹം ചിന്തിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും സാധാരണ പറയാറുള്ളത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ജാതകത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഈ രണ്ട് ജാതകങ്ങളെയും നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത് സ്ത്രീ ജാതകത്തിനാണ്. അതിന് കാരണം ഇപ്പം നമ്മൾ പ്രകൃതിയുടെ നമ്മൾ അനാദികാലം മുതൽ തന്നെ ചിന്തിക്കുമ്പോൾ ഒരു കുടുംബം, സമൂഹം എല്ലാം നമ്മൾക്ക് എപ്പോഴും ആ സ്ത്രീയിലൂടെയാണ്. അതായത് എപ്പോഴും നമുക്ക് ആ നന്മ എന്ന് പറയുന്നതായ ഒരു വാക്ക് തന്നെ എപ്പോഴും സ്ത്രീയിലാണ് കുടിയിരിക്കുന്നത്. അപ്പോൾ സ്ത്രീ ജാതകത്തിൽ 7ാം ഭാവം ഏത് രാശിയിൽ പോയി നിൽക്കുന്നു, വിവാഹത്തിന് ശേഷം ആ ജാതകയ്ക്ക് ഉയർച്ചയാണോ താഴ്ചയാണോ, സന്താനഭാവം എങ്ങനെ, അവളുടെ ഭാഗ്യം എങ്ങനെ എന്നെല്ലാം നമ്മൾ വിലയിരുത്തുമ്പോൾ പുരുഷ ജാതകത്തെക്കാളും സ്ത്രീ ജാതകത്തിനാണ് കൂടുതൽ പ്രാധാന്യം. ഇനിയും എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മൾക്ക് വിവാഹം നമ്മൾ എടുക്കുമ്പോഴെപ്പോഴും 7ാം ഭാവം 8ാം ഭാവം, അപ്പം നമ്മൾ വൈധവ്യദോഷം അല്ലെങ്കിൽ ഇപ്പം 7ൽ പാപഗ്രഹങ്ങളൊക്കെ വരുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നത് രണ്ട് ജാതകങ്ങളിലും 7ാം ഭാവം തുല്യമായിരിക്കണം, അഷ്ടമം തുല്യമായിരിക്കണം. ഇങ്ങനെയെല്ലാം നമ്മൾ ജാതക പൊരുത്തങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് ഡിവോഴ്സാണ് ഇന്ന് കൂടുതലായിട്ട് കാണുന്നത്. അത് എന്തുകൊണ്ടെന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ വിവാഹം കഴിഞ്ഞു പോയവർക്ക് ഇനിയിപ്പോൾ നമുക്ക് അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പിന്നാലെ വരുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. വിവാഹം നമ്മൾ ചിന്തിക്കുമ്പോൾ സ്ത്രീ ജാതകത്തിൽ തന്നെ ശ്രേഷ്ഠമായിരിക്കുന്ന ഗുണങ്ങളുള്ള ജാതകം തന്നെയാണ് കൂട്ടിയിണക്കേണ്ടുന്നത്. കാരണം ഒരു കുടുംബം എന്ന് പറയുമ്പോൾ സ്ത്രീക്കാണ് ഏറ്റവും പ്രാധാന്യം ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു സ്ത്രീയുടെ ജാതകം അന്വേഷണം ചെയ്യുമ്പോൾ ഈ ഭർത്താവിനെ അംഗീകരിക്കുമോ അംഗീകരിക്കുകയില്ലേ എന്ന് ഏത് ഭാവം വെച്ചിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയും? നമ്മുടെ അടുത്ത് മാച്ച് നോക്കാൻ വരുന്ന അച്ഛനമ്മമാർ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ അപ്പോൾ തന്നെ മറുപടിയും കൊടുക്കാറുണ്ട്. കാരണം നമ്മൾ ഏതൊരു സ്ത്രീ ജാതകം എടുത്താലും ആ സ്ത്രീ ജാതകത്തിൽ വ്യാഴചന്ദ്രന്മാരുടെ സ്ഥിതി അനുസരിച്ച് മാത്രമായിരിക്കും ആ സ്ത്രീയുടെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന ഉയർച്ച താഴ്ചകൾ വരുന്നത്. കാരണം 2, 5, 9, 11 ഭാവത്തിൻ്റെ കാരകൻ വ്യാഴനാണ്. അപ്പോൾ 2ാം ഭാവം കൊണ്ട് അവളുടെ വാക്ക് എല്ലാം നമ്മൾ ചിന്തിക്കാം. 5 കൊണ്ട് അവളുടെ മനസ്സ്, സന്താനം, ഇതെല്ലാം നമുക്ക് ചിന്തിക്കാം. 9 കൊണ്ട് നമുക്ക് ഭാഗ്യം, 11 കൊണ്ട് സർവാഭിഷ്ടസ്ഥാനം. അതുപോലെ തന്നെ ചന്ദ്രൻ നമുക്ക് 4ന്റെ കാരകൻ കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഭൂമിക്ക് മുകളിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളെല്ലാം നമ്മളെപ്പോഴും ചന്ദ്രനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീ ജാതകം നമ്മൾ എടുക്കുമ്പോൾ, കാരണം നമ്മൾ വിവാഹം വരെ അവൾ ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഒരു 25 വയസ്സ് 27 വയസ്സിനുള്ളിലൊക്കെയാണ് ഇന്നത്തെ കുട്ടികൾ വിവാഹത്തിനൊക്കെ സമ്മതിക്കുന്നത്. അപ്പോൾ ഒരു 10-25 വർഷക്കാലം മാത്രമേ അവർ അച്ഛനമ്മമാരുടെ കൂടെ ജീവിക്കുന്നുള്ളൂ. അതിനുശേഷം അവരുടെ ഗൃഹസ്ഥാശ്രമവും അതുപോലെ തന്നെ വാനപ്രസ്ഥാശ്രമവും സന്യാസാശ്രമവും 3 ആശ്രമം, അതായത് തൻ്റെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ചിത പോലും ഒരുക്കേണ്ടുന്നത് ഭർതൃഗൃഹത്തിലാണെന്നാണ് നമ്മുടെ ഒരു ഭാരതത്തിൻ്റെ തന്നെ സംസ്കാരം നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ 3 ആശ്രമങ്ങൾ ഇവൾ ഭർത്താവിൻ്റെ വീട്ടിലാണ് കഴിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീ ബാല്യത്തിൽ അച്ഛനമ്മമാരുടെ കൂടെ ജീവിക്കുന്നു, അത് അച്ഛനമ്മ ജോലി ചെയ്യുന്നു, അവൾ പഠിക്കുന്നു, ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഇവളുടേതായിരിക്കുന്ന സ്വന്തം അനുഭവങ്ങൾ, സ്വന്തം ഭാഗ്യം, സ്വന്തമായിട്ടുള്ള വീട്, സന്താനങ്ങൾ, ഇവയെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ സ്ത്രീ പ്രാധാന്യം തന്നെയാണ് ജാതകത്തിന് കൊടുക്കേണ്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചോദിച്ചല്ലോ എന്നോട്, ഇപ്പോൾ നമ്മളൊരു സ്ത്രീ അവളുടെ ഭർത്താവിനെ അവൾ എങ്ങനെയാണ് അംഗീകരിക്കുന്നത്?
ആ അംഗീകരിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ പറയും, ഇപ്പോൾ എല്ലാവരും പറയും സ്ത്രീക്കും പുരുഷനും തുല്യത വേണം, സ്ത്രീ എപ്പോഴും താഴെയുള്ളവളാണ്. അതൊന്നുമല്ല നമുക്ക് ജീവിതത്തിൽ വരുമ്പോൾ അവരുടെ ഭാര്യ ഭർത്താവ് അവർ രണ്ടുപേരും ഉള്ളതായിരിക്കുന്ന ജീവിതത്തിൽ അവർക്ക് തുല്യമോ കുറവോ കൂടുതലോ എന്തെങ്കിലും വന്നുകൊള്ളട്ടെ, പക്ഷെ എന്തായാലും ആ സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനെ അംഗീകരിക്കുക, ഇഷ്ടപ്പെടുക. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പെൺകുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിവാഹം നടത്തി കൊടുക്കാവൂ. ഏത് പുരുഷനാണ് അവൾക്ക് ഇഷ്ടം തോന്നുന്നത്, അവളുടെ മനസ്സിൽ അവൾ കാണുന്നത്, ആ പുരുഷനെ മാത്രമേ അവൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാവൂ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എങ്കിൽ മാത്രമാണ് അവൾക്ക് അംഗീകരിക്കുവാൻ പറ്റുന്നത്. അപ്പോൾ പഴയ കാലത്ത് നമ്മളിപ്പോൾ അത് അന്നത്തെ കാലഘട്ടം. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ തലമുറയിലുള്ളതായിരിക്കുന്ന കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും ഒരു പൊളിയായി നടക്കുന്ന ഒരു സംഭവമായിട്ടാണ്. കാരണം ഒരുപാട് ഡിവോഴ്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ഭർത്താവിനെ നമ്മൾ അംഗീകരിച്ച് തന്നെ ഇരിക്കണം. തിരിച്ചും ഇത് നമുക്ക് വേണം, ഭാര്യയെയും അവൻ എന്തായാലും അവൻ അംഗീകരിക്കണം. പരസ്പരമുള്ളതായിരിക്കുന്ന ആ അംഗീകാരം, ഇത് നമുക്ക് ഏത് ഭാവം കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതായത് ആ പെൺകുട്ടിയുടെ മനസ്സ് അത് നമുക്ക് 5-ാം ഭാവം വെച്ചിട്ടും ആ ജാതകത്തിലെ വ്യാഴന്റെ സ്ഥിതി അനുസരിച്ച് സ്ഥിതി ഉണ്ടാകാം, ആ വ്യാഴനൊരു ഭാവം ഉണ്ടായിരിക്കാം. ഈ ഭാവം വെച്ച് മാത്രമാണ് നമുക്ക് അവൾക്ക് അവളുടെ ഭർത്താവിനെ അംഗീകരിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത്.